സിഹറിന് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നായിരുന്നു പുതിയ തൗഹീദിന്റെ ഇറക്കുപതി വരെ മുജാഹിദ് വിശ്വാസം. കാരണം മറഞ്ഞ മാർഗത്തിൽ പിശാചിനും ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം അതിലുണ്ട് എന്നായിരുന്നു വാദം. പഴയ തൗഹീദിന്റെ കാലത്ത് സിഹർ ഫലിക്കില്ലെന്നും ഫലിക്കും എന്ന് വാദമുള്ളവർ എനിക്കത് സിഹർ ചെയ്യട്ടെ എന്നും വെല്ലുവിളിച്ചുകൊണ്ട് സക്കരിയ സ്വലാഹി നടത്തിയ പ്രസംഗം കേൾക്കുക. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്രയിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ചിലപ്പോ പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി നിൽക്കാതൊക്കെ എന്ന് പറയാം. അയാൾ എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ പോലെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റ് ചെയ്താൽ പോലെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരെ സിഹ്റ് ചെയ്താൽ പോലെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സിഹ്റ് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ പുതിയ തൗഹീദ് പ്രകാരം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് മൗലവിമാർ പറയുന്നത്. നിർലജ്ജം അതേ നാവ് കൊണ്ട് തന്നെ സിഹർ ഫലിക്കുമെന്ന് സമർത്ഥിക്കുന്ന സക്കരിയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻ പാപം ശരിക്കും, രണ്ടാമത്തേതാ സിഹർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ചില ആളുകൾ പറയും, എനിക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്യട്ടെ, എനിക്കില്ല നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവൂലേ? ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുമോ? ഞാൻ സിഹറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫറാവോ? ചെയ്തോ കാഫറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സുല്ലമി ചോദിക്കണ്ടേ, ഇങ്ങനെ കുത്തട്ടെ, ഇങ്ങനെ നുള്ളട്ടെ, എന്റെ പേരൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ പേരെന്ന് അങ്ങോട്ട് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ മൈക്കെന്ന് അങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അർത്ഥം പടച്ചോല്ലാന്നാ തന്നെ. ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളെ പടച്ചോണ്ടെങ്കിൽ എന്തിനാ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീന ലോകത്തിലുള്ള കാരുണ്യമായ പടച്ചോണ്ടായിട്ടുണ്ട് മിനയിൽ തീപിടുത്തുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്. മനുഷ്യ കഴിവിനതീതമായ മുഴുവൻ കഴിവുകളെയും നിഷേധിക്കുകയും ശിർക്ക് വിളിക്കുകയും ചെയ്തിരുന്ന മൗലവിമാർ ഇപ്പോൾ അതെല്ലാം അംഗീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ഷംസുദ്ദീൻ പാലത്ത്, സക്കരിയ സ്വലാഹി, അബ്ദുറഹ്മാൻ സലഫി എന്നിവർ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിട്ടിരിക്കുക, ശൈത്താനാണ് രോഗം പരത്തുന്നത്. അതെ, ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തെ ശൈത്താൻ ബാധിച്ചു എന്നും ഖുർആനിലുണ്ട്. അന്നീ മസ്സനിയ ശൈത്താൻ. അതിന്റെ അർത്ഥം എന്താ? ഒരു പനിയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ശൈത്താനും കൂടി ഉണ്ടാവും. കോളറയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ശൈത്താൻ ഉണ്ടാവും. വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശൂറ 221, 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. ഷാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. എന്തിനധികം ചില വിവരങ്ങൾ കട്ടുകേട്ടിട്ട് ശൈത്താന്റെ ഔലിയാക്കന്മാരെ അത് പറഞ്ഞു കൊടുക്കും. മനുഷ്യന്മാരെ കൂട്ടത്തിലെ സ്വന്തക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, അവരെ സഹായിക്കും എന്നൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ച് നോക്കിയാൽ കാണാം. എന്നാൽ ഒന്നിനും സാധിക്കൂല, ജിന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല തന്നെ, അത് ബാക്ടീരിയയാണ്, അത് വൈറസാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാര് അതിന് ഒരു ദുർബോധനം മനസ്സിലെന്തെങ്കിലും തോന്നലുണ്ടാകല്ലാതെ വേറൊന്നിനും സാധിക്കൂല എന്നൊക്കെ പ്രസംഗിച്ച് നടന്ന് നമ്മളെ, എനിക്ക് വളരെ ബഹുമാനമുള്ള അബ്ദുസലാം സുല്ലമിന്റെ ഈ വാദത്തോട് യാതൊരു ബഹുമാനമല്ല.